ചെറിയ ഇപ്പം പുറത്തു വന്നൊരു വാർത്ത, ഹമാസിൻ്റെ വിഭാഗത്തിൻ്റെ തലവനും കൊല്ലപ്പെട്ടു എന്ന് പറയാൻ ലെബനനിൽ നിന്ന് ആക്രമണമൊക്കെ സിറിയ വഴി വീണ്ടും വഴിതിരിഞ്ഞു പോവുകയാണോ? അങ്ങനെയല്ല. ഇതിപ്പോൾ ഇയാളെ കൊന്നിരിക്കുന്നത് ലെബനനിൽ തന്നെയാണ് ഞായറാഴ്ച മധ്യ ബെയ്റൂട്ടിൽ. പക്ഷേ ആക്രമണം നടന്നത് സിറിയയിലെ ബാത്ത് പാർട്ടി ഉണ്ടല്ലോ, ഭരണകക്ഷി, അതിൻ്റെ ലെബനൻ ശാഖയുടെ നേരെയാണ് ആക്രമണം നടന്നത്. സിറിയയിലെ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ ശാഖയുടെ കെട്ടിടമില്ലേ, ആ കെട്ടിടത്തിൻ്റെ നേരെയാണ് ആക്രമണം നടന്നത്. സിറിയയിലും ആക്രമണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിസ്ബുല്ലെ സിറിയ ഇറാനെ പോലെ തന്നെ സിറിയയും പിന്തുണയ്ക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ പോയി പലായനം ചെയ്ത് ഗാസയിൽ നിന്നുമൊക്കെ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഒക്കെ ആളുകളുമൊക്കെ സിറിയയിൽ. അപ്പോൾ ഇസ്ലാമിക് ജിഹാദിൻ്റെ വിദേശ മേധാവി പിന്നെ PB അംഗം, അവരെ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം സിറിയയിലാണ് കൊന്നിരുന്നത്. ഇവിടെ ഇപ്പോൾ ലെബനനിൽ ഞായറാഴ്ച ആക്രമണം നടന്നത് സിറിയയിലെ ബാത്ത് പാർട്ടിയുടെ ആസ്ഥാനത്താണ്, ലെബനനിലെ ആസ്ഥാനത്താണ് നടന്നത്. റാസ് അൽ നഭ എന്ന് പറഞ്ഞ സ്ഥലത്ത് മധ്യ ബെയ്റൂട്ടിൽ അവിടെയാണ് ആക്രമിച്ചിട്ട് ഹിസ്ബുല്ലയുടെ മാധ്യമ വക്താവ് മുഹമ്മദ് ആഫിഫിനെ കൊന്നത്. ഈ മുഹമ്മദ് ആഫിഫ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ധാരാളം പത്രസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങളോട് പലപ്പോഴും പറഞ്ഞത് അജ്ഞാത കേന്ദ്രങ്ങൾ അറിയിച്ചു എന്നൊക്കെ പത്രത്തിൽ കൊടുക്കാനൊക്കെയാണ് ആഫിഫ് പറഞ്ഞിരുന്നത്. ഇയാൾ തന്നെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ല, അജ്ഞാത കേന്ദ്രങ്ങളെന്നോ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ അറിയിച്ചു, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് ആഫിഫ് കൊല്ലപ്പെട്ടത് ബാത്ത് പാർട്ടിയുടെ ലെബനൻ ശാഖ സെക്രട്ടറി ജനറൽ അലി ഹിജാസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഈ വിവരം പുറത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആണ് കൊന്നതെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ 3 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അജ്ഞാത കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് അഫീഫ് വളരെ വർഷങ്ങളായിട്ട് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇസ്രയേലിനെതിരായ കാര്യങ്ങളൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രഞ്ച് എംബസി ഫ്രഞ്ച് എംബസി ഇപ്പോൾ ആക്രമണം നടന്നല്ലോ ലെബനനിൽ, അതിൻ്റെ അടുത്താണ് ഫ്രഞ്ച് എംബസി ഉള്ളത്. ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഈ കെട്ടിടത്തിൻ്റെ അടുത്തുള്ള പല ഭാഗത്തുമൊക്കെ. റാസ് അൽ നഭയിൽ വിവരം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നസറുള്ള മരിച്ച ശേഷം അഫീഫ് ധാരാളം പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നസറുള്ള മരിച്ച ശേഷം. നസറുള്ള ഉള്ളപ്പോൾ നസറുള്ളയുടെയും കൂടി അനുവാദം വേണമല്ലോ. നസറുള്ള മരിച്ചപ്പോൾ അനുവാദം വേണ്ട, എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്താം എന്നുള്ള അവസ്ഥയിലെത്തി. നെതന്യാഹുവിൻ്റെ വീടിനെതിരെ ഒരു ഡ്രോൺ ആക്രമണം നടന്നല്ലോ, ഈ കഴിഞ്ഞ ദിവസത്തെ അല്ല, അതിന് മുമ്പത്തെ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വിവരം ഈ അഫീഫാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തത്, ഞങ്ങളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പത്രസമ്മേളനം ആ ആക്രമണം നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിയിരുന്നു. കാരണം ഈ നെതന്യാഹുവിൻ്റെ വീട് ആക്രമിച്ചതിന് പകരമായിട്ട് ഇസ്രയേൽ ഈ പത്രസമ്മേളനം നടത്തുന്ന കെട്ടിടം ആക്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടി വന്നു. അങ്ങനെയാണ് പത്രസമ്മേളനം ഇടയ്ക്ക് വെച്ച് നിർത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദഹിയയിൽ, ലെബനനിലെ ദഹിയയിൽ നസ്രള്ളയുടെ വീടാണ് ആക്രമിച്ചത് ഇസ്രയേൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 2006 നസ്രള്ളയെ കൊല്ലാൻ ഇസ്രയേൽ ഈ വീട്ടിൽ ആക്രമിച്ചിരുന്നു, ശ്രമം നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് അക്രമത്തിൽ കുറേ വീട് തകർന്നതുകൊണ്ട് വീട് വീണ്ടും പുതുക്കി പണിതു. എന്നിട്ട് അവിടെ നസ്രള്ള താമസിക്കാൻ പോയില്ല. നസ്രള്ള ടണലിലൊക്കെയാണല്ലോ പിന്നെ ജീവിച്ചത്. അവിടെ പിന്നെ ഹിസ്ബുല്ലയുടെ കേന്ദ്രമായി ദഹിയയിൽ. അവിടെയും ഇപ്പം കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു ഈ അഫീഫിനെ കൊന്ന ആക്രമണത്തിൽ. ആ ആക്രമണത്തിന് മുമ്പ് IDF എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്, പട്ടാളം, അതിൻ്റെ അറബ് മാധ്യമ വക്താവ് അവിച്ചായ് അദ്രായി എക്സിൽ ഇനി ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളാണ് ആക്രമിക്കാൻ പോകുന്നതെന്ന് എക്സിൽ അറിയിച്ചിരുന്നു. നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു മാപ്പും കൊടുത്തിരുന്നു, ഇന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിട്ട്, ഭൂപടം.
അതിൽ ഹാരത്ത് ഹ്രൈഖ്, ബുർജൽ ബറാജ്നെ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. 500 മീറ്റർ നിങ്ങൾ മാറിപ്പോകണം, ഇവിടെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ റാസൽ നബയിലെ ഈ കെട്ടിടത്തിലെ ആളുകൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടല്ലോ, മുഹമ്മദ് അഫീഫ്, ആ കെട്ടിടത്തിലുള്ള ആളുകൾക്ക് വിവരം കിട്ടിയില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അഫീഫ് ഒക്ടോബർ ഒടുവിൽ ഇസ്രയേലികളെയും ഞങ്ങൾ ബന്ധുക്കളായി പിടിക്കും എന്ന് ഒരു പൊങ്ങച്ചം പറഞ്ഞിരുന്നു ഈ ഒക്ടോബർ ഒടുവിൽ. മാറി എന്ന് പറഞ്ഞ ചാനലിൻ്റെ റിപ്പോർട്ടിൽ ഈ അഫീഫിനെ കൊന്നത് ഇസ്രയേലിന് വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഷിയാകൾക്ക് ഇതുകൊണ്ട്, ഈ മാധ്യമ വക്താവ് കൊലപാതകം കൊണ്ട് ഷിയാകൾക്ക് വലിയ ആഘാതമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബുല്ലയ്ക്കും ആഘാതമാണ്. കാരണം ഈ പ്രോപ്പഗണ്ടയില്ലേ, പ്രചാരണം, അത് മുഴുവൻ ബലവത്തായി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ അഫീഫ്, ഇസ്രയേലിനെതിരായ. അതുകൊണ്ട് നിരന്തരമായിട്ട് ഇപ്പോൾ ദഹിയയിൽ ആക്രമണം നടക്കുന്നുണ്ട് ലെബനനിൽ. ഹിസ്ബുള്ളയുടെ അവശിഷ്ട സേന ചിലപ്പോൾ കീഴടങ്ങിയേക്കും എന്നുള്ളൊരവസ്ഥയുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു ഇസ്രയേലിന്. അപ്പോൾ ഹമാസിൻ്റെ കഥ ഏതാണ്ട് തീർന്നു, ഹിസ്ബുള്ളയുടെയും തീർന്നു വരുന്നു എന്ന് വേണം ഈ ആക്രമണത്തിൽ നിന്ന് അറിയാൻ. ഹിസ്ബുള്ള അതുകൊണ്ട് ഹൈഫയിൽ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ, ഈ അവശിഷ്ട സേന. പടിഞ്ഞാറൻ ഗലീലിയിലും ആക്രമണം നടത്തിയിരുന്നു. വെടിനിർത്തൽ ചർച്ച താമസിയാതെ ഉണ്ടാവുമെന്ന് ഇരുപക്ഷത്തിനും അറിയാം. വെടിനിർത്തൽ ചർച്ച വരുമ്പോൾ പരമാവധി നേട്ടമുണ്ടാക്കാനുള്ള ആക്രമണങ്ങളാണ് ഇപ്പം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലം വെട്ടിപ്പിടിക്കുകയാണ് ഇസ്രയേൽ, തെക്കൻ ലെബനനിലും ഒക്കെ. അപ്പോൾ വെടിനിർത്തുമ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ടേ കുറെ സ്ഥലം പിടിച്ചിട്ട് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയാമല്ലോ. വിശാല ഇസ്രയേലിന് വേണ്ട സ്ഥലങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഉള്ള സ്ഥലങ്ങളൊക്കെ നിലനിർത്തി ഞങ്ങൾ ഇനി പിൻവാങ്ങില്ല എന്നൊക്കെ പറയാമല്ലോ. അതൊക്കെ ഞങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞ് വെടിനിർത്തൽ ചർച്ചയിൽ അങ്ങനെയൊക്കെ പറയാമല്ലോ. അതുകൊണ്ട് പരമാവധി പിടിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ അവിച്ചായി ഉണ്ടല്ലോ, IDF വക്താവ്, അദ്ദേഹം പറയുന്ന ഉത്തരവുകളൊക്കെ ഇപ്പൊ ലെബനനിൽ ജനം സ്വീകരിക്കുന്നുണ്ട്. ലെബനീസ് ജനതയ്ക്ക് അത് താല്പര്യം വന്നു. താല്പര്യം എന്നുള്ളതല്ല, അധിനിവേശം ഏതാണ്ട് ഇസ്രയേലിന്റെ പൂർണ്ണമാവുന്നു എന്ന്. ഹിസ്ബുല്ലയ്ക്ക് പ്രാധാന്യം ഇല്ലാതായിരിക്കുന്നു അവിടെ. ഹിസ്ബുല്ല പറയുന്നല്ല, ഇസ്രയേൽ പറയുന്നതാണ് ഇപ്പോൾ ലെബനനിലെ ജനം കേൾക്കുന്നത്. നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വരുന്നുണ്ട്. ഹിസ്ബുല്ലയുടെ ഒരു 2250ഓളം മറ്റേ പോരാളികളെ ഇതിൻ്റെ ഇടയ്ക്ക് കൊന്നതായിട്ടും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ കൂടെയാണ് സിറിയയിൽ ഈ ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ 2011 മുതൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ സിറിയയിൽ പല പ്രദേശങ്ങളും പലരുടെയും കയ്യിലാണ്. അല്ലാതെ അവിടെ അസദിൻ്റെ ഒരു ഭരണം അത്ര ഇഫക്റ്റീവായിട്ടല്ല നടക്കുന്നത്. പല കേന്ദ്രങ്ങളും കുറേ ഭാഗം ഹിസ്ബുല്ലയുടെ കയ്യിൽ, കുറേ ഭാഗം മറ്റേ പലരുടെയും കയ്യിലാണ്. റഷ്യ ഇടപെടുന്നുണ്ട് അവിടെ, ഇറാൻ ഇടപെടുന്നുണ്ട്. കുറേ ഭാഗങ്ങൾ കുറേ ആളുകൾ വീതിച്ചെടുത്ത് കൈവശം വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. 2000 മുതൽ പ്രസിഡൻ്റാണ് അസദ്. അത് ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ കേൾക്കണം. ഈ അമേരിക്കയുടെയൊക്കെ ഉപരോധമുണ്ട് സിറിയക്കെതിരെ. അമേരിക്കയുടെ പിന്തുണയുള്ള കുർദ് സേന അതിൻ്റെ അകത്ത് ഉണ്ട്. അസദിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന കുർദ് സേനയ്ക്കാണ് അമേരിക്കയുടെ പിന്തുണ. പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ചില പ്രദേശങ്ങളുണ്ട്. വടക്ക് കുറേ ഭാഗം തുർക്കി കൈവശം വെച്ചിരിക്കുന്നു. IS കുറേ ഭാഗം സിറിയയിൽ IS വളരെ ശക്തമായിട്ടുണ്ടായിരുന്നല്ലോ. സിറിയയിലേക്കാണല്ലോ കാസർഗോഡ് നിന്നൊക്കെയുള്ള പെൺകുട്ടിയൊക്കെ കൊണ്ടുപോയത്. ഇസ്രയേലാണെങ്കിൽ ഗോലാൻ കുന്നിൽ നിന്നാണ് സിറിയയ്ക്കും ലെബനനുമെതിരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോലാൻ കുന്ന് പഴയ യുദ്ധത്തിൽ 2006 ഉള്ള യുദ്ധത്തിൽ പിടിച്ച് കൈവശം വെച്ചിരിക്കുന്നതാണ് ഇസ്രയേൽ. അവിടെ നിന്നാണ്. അപ്പോൾ 2017 മുതൽ സിറിയക്കെതിരായ ആക്രമണം കൂടിയിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ആക്രമിക്കുന്നുണ്ട്
ഉണ്ടായിരുന്നു സിറിയയെ ഇസ്രയേൽ ഇപ്പം എല്ലാ ദിവസവും ഉണ്ട്. ഇറാൻ്റെയും ഹിസ്ബുല്ലയുടെയും സാന്നിധ്യമുണ്ട് അവിടെ. പിന്നെ ഇറാൻ, സിറിയ, ഹിസ്ബുല്ല, ഇറാഖിലെയും യമനിലെയും ഗ്രൂപ്പുകൾ ഇതൊക്കെ സിറിയയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഏപ്രിലിൽ ഇസ്രയേൽ 2 വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിൽ ആക്രമണം നടത്തിയിട്ട് മുതിർന്ന മിലിറ്ററി കമാൻഡർമാരൊക്കെ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേൽ. അപ്പോൾ ഡമാസ്കസിലാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുടെ കേന്ദ്രം. സിറിയയിലെ ഹിസ്ബുല്ലയുടെ കേന്ദ്രം തലസ്ഥാനമായ ഡമാസ്കസിലാണ്. IRGCയുടെ 7 മേധാവികൾ കൊല്ലപ്പെട്ടിരുന്നു. ആ ഇറാൻ്റെ എംബസി തകർത്തപ്പോൾ 2 ജനറൽമാർ അവർ ഖുദ്സ് ഫോഴ്സിൽപ്പെട്ട ജനറൽമാരായിരുന്നു. ബ്രിഗേഡിയർ GL മുഹമ്മദ് റേഷ സഹേദി അങ്ങേര് കൊല്ലപ്പെട്ടിരുന്നു. സുലൈമാനിയെ കൊന്നിരുന്നല്ലോ 2020 ഖുദ്സ് ഫോഴ്സിൻ്റെ മേധാവി. അത് കഴിഞ്ഞാൽ അടുത്ത ആളായിരുന്നു ഈ സഹേദി. അപ്പം മുതിർന്ന 2 ജനറൽമാരാണ് കൊല്ലപ്പെട്ടത്. ഖുദ്സ് ഫോഴ്സിൻ്റെ സഹേദി കൊല്ലപ്പെട്ടിരുന്നു. നസറുള്ളയും ഒക്കെ ആയിട്ടുള്ള ഹിസ്ബുല്ലയുടെ ബന്ധമുണ്ടല്ലോ, ഇറാൻ്റെ ബന്ധം, ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ജനറലാണ് ഈ സഹേദി. സിറിയയിൽ തന്നെ ഇരുന്നിട്ട് സിറിയയുമായിട്ടുള്ള എണ്ണക്കച്ചവടത്തിൻ്റെ പൈസയാണല്ലോ ഹിസ്ബുല്ലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഖുദ്സ് സേന. അപ്പോൾ ഡിസംബറിൽ റാസി മുസാവി എന്ന് പറഞ്ഞ ഖുദ്സ് കമാൻഡറിനെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു. അപ്പോൾ സിറിയയിൽ ധാരാളം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ആക്രമണങ്ങൾ ഇസ്രയേലിൻ്റെ നടക്കുന്നുണ്ട്. വടക്കൻ പ്രവിശ്യയായ ആലപ്പോയിൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. ആയുധ ഡിപ്പോയിൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. അപ്പോൾ സിറിയയിലെ ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കും. അതിപ്പോഴൊന്നും തീരില്ല. സിറിയ വഴിയാണ് ഇറാൻ ഹിസ്ബുല്ലയ്ക്ക് ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. സിറിയ ഇതിൻ്റെ ഒരു നാഴിയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിറിയയിൽ കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് ജിഹാദിൻ്റെ നേതാക്കളെ ഇസ്രയേൽ കൊന്നു. സിറിയയിലെ ബാത്ത് പാർട്ടിയുടെ കേന്ദ്രത്തിലായിരുന്നു ഞായറാഴ്ച നടത്തിയ ആക്രമണം. അതിലാണ് ആ വക്താവ്, ഹിസ്ബുല്ലയുടെ മാധ്യമ വക്താവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗാസയിൽ ഹമാസിന്, ലെബനനിൽ ഹിസ്ബുല്ല, ഇതുമാത്രമല്ല സിറിയയിലെ ഇസ്രയേൽ വിരുദ്ധ സംഘങ്ങൾക്കെതിരെയും യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്രയേൽ ഈ പറയുന്ന ലെബനിൽ ഇപ്പം കയ്യേറിയ പ്രദേശങ്ങൾ, ഇപ്പോൾ അന്വേഷണം നടത്തിയ മേഖലകളെല്ലാം സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നു, സിറിയയും കുറേ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഗൾഫ് കൺട്രീസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രയേൽ ആയിരിക്കും അവിടെ ഒരു മധ്യേഷ്യയിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറുക. ഇസ്രയേൽ അല്ലെങ്കിൽ തന്നെ വലിയ ശക്തിയാണ്. കാരണം രാജ്യവിസ്തൃതിയൊക്കെ വെച്ച് വിസ്തൃതിയിൽ അങ്ങനെ വരില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയ രാജ്യമാണ് ഇസ്രയേൽ, വളരെ ചെറിയ രാജ്യമാണ്. അതിൻ്റെ പലസ്തീനും വളരെ ചെറിയ സ്ഥലം തന്നെയാണ്. പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാസ എന്ന് പറയുന്നൊരു സ്ട്രിപ്പല്ലേ. ഇപ്പോൾ ജബാലിയയിൽ ആണ് ഇപ്പോൾ അവസാന യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വടക്കൻ ഗാസയിൽ. അപ്പോൾ പലസ്തീൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും. കാരണം ജബാലിയ എന്നൊക്കെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. തെക്കൻ ലെബനൻ്റെ അപ്പുറത്ത് വടക്കൻ ഇസ്രയേലാണ്. അവിടെ നിന്ന് 60,000 പേര് ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്രയേലികൾ. അവരെ തിരിച്ചുകൊണ്ടൊന്ന് പാർപ്പിക്കണം. അപ്പോൾ ആ ഭാഗം വിസ്തൃതമായിട്ട് കിട്ടും. തെക്കൻ ലെബനനും കൂടി എടുക്കുമ്പോൾ ലിറ്റനി പുഴയുടെ അപ്പുറത്തെ വടക്ക് വശം, ലിറ്റനി പുഴയ്ക്ക് ഇപ്പുറത്തേക്ക് മറ്റേ ഹിസ്ബുല്ല ഒഴിഞ്ഞു പോകണം എന്നുള്ളത് 1701 നമ്പർ പ്രമേയം, UN പ്രമേയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹിസ്ബുല്ല അവിടെ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെക്കൻ ലെബനനിൽ. അപ്പോൾ ഈ റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അല്ലേ? അതായത് 2048 ആയിരിക്കുമ്പോൾ ഇസ്രയേൽ പഴയ ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു ഇസ്രയേൽ ആക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.